യൂറോപ്പിലെ ഒരു പത്രത്തിൽ വന്ന ഒരു ഒരു കാർട്ടൂൺ ഇങ്ങനെയാണ്. ഒരു മാതാവ് വളരെ തിരക്കേറിയ ഒരു തെരുവീഥി, ആ തെരുവീഥിയുടെ ഒരു വശത്ത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു അമ്മ തൻ്റെ 2 കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ അമ്മയുടെ കരത്തിൽ 2 ഭാരമേറിയ ബാഗുണ്ട്. ആ ബാഗും പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ആ മാതാവ് നിൽക്കുന്നെങ്കിലും ആ മാതാവിൻ്റെ മുഖത്ത് ഭയങ്കര ആശങ്കയും ഭീതിയുമാണ്. കാരണം ഭർത്താവ് ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു മാതാവിൻ്റെ ചിത്രം ഒരു വശത്ത്. രണ്ടാമത് ഒരു ബാങ്കിൻ്റെ ഡോറിൻ്റെ മുമ്പിൽ ബാങ്ക് തുറക്കാൻ വേണ്ടി തൻ്റെ എക്സിക്യൂട്ടീവ് ബാഗും പിടിച്ചുകൊണ്ട് അക്ഷമനായി കാത്തു നിൽക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ. മൂന്നാമത്തെ അവിടെ കാണുന്ന ചിത്രം ഒരു ഭിത്തിയിൽ ചാരിക്കൊണ്ട് ആകാശത്തേക്ക് കണ്ണും നട്ട് നിൽക്കുന്ന ഒരു യുവാവ്. 3 പേരുടെ ചിത്രം ഒരുപോലെ ഒരു ക്യാൻവാസിൽ പത്രത്തിൻ്റെ ഒരു സൈഡിൽ പകർത്തിയിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു അടിയിൽ അടിക്കുറിപ്പുണ്ട്. ഓഫ് വാട്ട് ദീസ് പീപ്പിൾ ആർ അഫ്രെയ്ഡ്. ഓഫ് വാട്ട് ദീസ് പീപ്പിൾ ആർ അഫ്രെയ്ഡ്. ഇവർ 3 പേരെയും എന്തിനെയോ ഭയപ്പെട്ട് നിൽക്കുക. ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? നമുക്കറിയാം, ഇന്ന് ഭൂരിഭാഗം ജനങ്ങളും ഭയത്തിൻ്റെ പിടിയിലാണ്. ഭാവിയെക്കുറിച്ചുള്ള ഭയം, രാഷ്ട്രീയ മാറ്റം മറിച്ചിലുകളിലേക്കുള്ള ഭയം, പരീക്ഷയെക്കുറിച്ചുള്ള ഭയം, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം, സാമ്പത്തിക ഭയം, ഇങ്ങനെ ഒത്തിരി ഭയത്തിൻ്റെ മധ്യത്തിലാണ് മനുഷ്യൻ. കുഞ്ഞുങ്ങൾക്കാണ് പരീക്ഷ എന്ന് പറയുന്നത് വലിയ ഭയമാണ്. എന്നാൽ ഈ ഭയത്തെ എങ്ങനെ അതിജീവിക്കുവാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, നാം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. മനുഷ്യൻ ഭയത്തിന് അടിമയാണ്. സാറിനൊക്കെ അറിയാം, 84 വിധ ഫോബിയാസ്, ഭയങ്ങളുണ്ട്. നെക്ടോഫോബിയ, ക്ലസ്ട്രോഫോബിയ, ഇരുട്ടിനെ ഭയം, ഇടുങ്ങിയ സ്ഥലത്തെ ഭയം, ഉയർച്ചയെ ഭയം, ഇങ്ങനെ എല്ലാവിധ അനേക ഭയങ്ങളാണ് മനുഷ്യനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഭയത്തെ എല്ലാം അതിജീവിക്കുവാൻ ഒരു മാർഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. When faith comes, the fear goes out. സ്തോത്രം പറയാമോ? ഫിയർ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ? ഫെയ്ത്ത്. ഫെയ്ത്ത് ഫെയ്ത്ത് വിശ്വാസം കടന്നു വരുമ്പോൾ ഭയം മാറിപ്പോകും. നിങ്ങൾ എന്തിനെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്തു വേണം? വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് നിങ്ങൾ ഭയം ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. When faith comes in your life, the fear will goes out. നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തെ നേരിടാനുള്ള ഏറ്റവും വലിയ നല്ല മാർഗം വിശ്വാസമാർജിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ചെങ്കടലിൻ്റെ മുമ്പിൽ മോശ വന്ന് നിൽക്കുകയാണ്, ഇസ്രായേൽ ജനം വന്ന് നിൽക്കുകയാണ്. അവരാകെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ ദൈവം മോശയോട് പറഞ്ഞു, മുമ്പോട്ട് പോകുക. വിശ്വാസം ഉണ്ടെങ്കിൽ ഭയത്തെ അതിജീവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഭയം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ തക്കുന്ന വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. സോ ഫിയർ ഈസ് എ സ്പിരിറ്റ്. ഫിയർ എന്തുവാ? ഒരാത്മാവാ. ശ്രദ്ധിച്ചേ, ഭയം എന്ന് പറയുന്നത് ഒരാത്മാവാ. ഭീരുത്വത്തിൻ്റെ ആത്മാവ്. ആ ആത്മാവ് എവിടുന്ന് വരുന്നതാ? എവിടുന്ന് വരുന്ന? സാത്താൻ കൊണ്ടുവരുന്ന ഈ ആത്മാവ്. കർത്താവ് തരുന്ന ഈ ആത്മാവ് ശക്തിയുടെ, സുബോധത്തിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ ആത്മാവാ. ദൈവത്തിന് സ്തോത്രം. ഭയം കൊണ്ടുവരുന്നത് സാത്താന, പിശാച. അത് ഭയത്തിൻ്റെ ആത്മാവാ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ, സുബോധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആത്മാവ്. പിശാച്
അധൈര്യം ജീവിതത്തിൽ ഭയം കൊണ്ടുവരുമ്പോൾ സ്തോത്രം ആത്മാവിനെ പ്രാപിച്ചോണം. സ്തോത്രം. കുഞ്ഞുങ്ങൾ എത്ര പേര് ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്? ഞാൻ ചോദിക്കുക, ആത്മാവിനെ എത്ര പേര് പ്രാപിച്ചിട്ടുണ്ട്? കൈവക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഭയം മാറണമെങ്കിൽ ഏറ്റവും എളുപ്പ മാർഗമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറയുക. സ്തോത്രം. ആത്മാവിനാൽ നിറയുക. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ഞാൻ ആത്മാവിൽ നിറഞ്ഞതാ. സ്തോത്രം. ഇത്രയും വർഷങ്ങളായി ഈ ആത്മശക്തി എന്നെ നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിയുമെങ്കിൽ നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ, ഭീഷണികളൊക്കെ തകർക്കുവാൻ ശക്തമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനെയാണ്. നമുക്കറിയാം 2 തിമോത്തിയോസ് എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ദ ലാസ്റ്റ് എപ്പിസൽ ഓഫ് അപ്പോസ്റ്റൽ പോൾ, അപ്പോസ്തലനായ പൗലോസിന്റെ അവസാനത്തെ ലേഖനമാണ് 2 തിമോത്തിയോസ്. He was a prisoner in Rome. റോമിലെ കാരാഗ്രഹത്തിൽ തടവിൽ കിടക്കുമ്പോൾ മുമ്പിൽ എന്തോ കാണുന്നതെന്നറിയാമോ? സ്തോത്രം. നീറോ ചക്രവർത്തിയുടെ തേച്ചുമിനിക്ക് വാൾമുനയിൽ കഴുത്ത് വെച്ചു കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഏറ്റവും വലിയ മരണഭയമാ. സ്തോത്രം. പക്ഷെ മരണഭയം നേരിട്ടപ്പോൾ പൗലോസ് പറയുകയാണ് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. നാളെ നീറോ ചക്രവർത്തി എന്റെ കഴുത്തറക്കും, പക്ഷെ ഞാനതിനെ ഭയപ്പെടുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ഭീഷണികളെ പരാജയപ്പെടുത്തുവാൻ, ക്രിസ്തുവിന് വേണ്ടി നേരെ നിൽക്കുവാൻ നാളെ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുമ്പോൾ ധൈര്യപ്പെട്ടവർ മുമ്പോട്ട് പോകുവാൻ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം തരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നാം പ്രാപിക്കണം. തിമോത്തിയോസ് എഫെസോസ് സഭയിലെ ബിഷപ്പായിരുന്നു. താനങ്ങോട്ട് ശുശ്രൂഷ ഏറ്റെടുത്തു വരുന്ന സന്ദർഭത്തിലാണ് പൗലോസ് മരണത്തോടടുക്കുന്നത്. തിമോത്തിയോസിന് വലിയ പേടിയുണ്ടായി. കാര്യം വലിയ ചലഞ്ചസാ തൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ചക്രവർത്തിയുടെ പ്രതികൂലമാ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. വലിയ സഭയാ തൻ്റെ മുമ്പിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. തിമോത്തിയോസ് അല്പം ഭയപ്പെട്ടു. പൗലോസ് അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുക, മോനെ, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഇന്ത്യയിൽ നാളെ എന്ത് സംഭവിക്കുന്നത് നാം അറിയുന്നില്ല. ഇന്ന് ഇന്ത്യയുടെ അനേക സ്റ്റേറ്റുകളിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നെങ്കിലും അനേക സ്റ്റേറ്റുകളിൽ കർത്തൃദാസന്മാർ തടങ്കലിലാണ്. നമുക്കറിയാം. നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയുന്നില്ല. ധൈര്യത്തോടെ മുമ്പോട്ട് പോകണമെങ്കിൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ നാം പ്രാപിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം ഹി ഡെലിവേഴ്സ് us from the spirit of fear. ഭീതിയുടെ ആത്മാവിൽ നമ്മെ വിടുവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാവിലെ ആത്മാവിനാൽ നിറഞ്ഞ് ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ നിങ്ങൾ തീരുമാനമെടുക്കണം. പരാജയ ഭീതി നിങ്ങളിൽ നിന്ന് മാറുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ ഏറ്റെടുക്കണം. ഭയപ്പെടരുത്. 366 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഭയപ്പെടരുതെന്നുള്ള വാക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലായിട്ടുള്ളത്. ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. 366 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള പദപ്രയോഗമുണ്ട്. എന്തിനാ 366 പ്രാവശ്യം എന്ന് പറയുന്നത്? ദൈവദാസൻ പറഞ്ഞു ഇങ്ങനെ, ഒരു വർഷത്തിൽ 365 ദിവസമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 365 മതിയായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു 4 വർഷം കൂടിയിരിക്കുമ്പോൾ ഒരു ദിവസം കൂടും. അപ്പൊ എത്ര വേണം? 366 വേണം. സ്തോത്രം. അതുകൊണ്ടാണ് 366 പ്രാവശ്യം ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഈ 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ദൈവശബ്ദം നിങ്ങൾ കേൾക്കണം. ഭയപ്പെടരുത്. ഭാവിയെക്കുറിച്ച് ഭയപ്പെടരുത്. പരീക്ഷയെക്കുറിച്ച് ഭയപ്പെടരുത്. കൂട്ടുകാരെ നിങ്ങളെ എന്ത് ചെയ്യുമെന്ന് ഭയപ്പെടരുത്. ലോകത്തെ ഭയപ്പെടരുത്. ക്രിസ്തുവിനെ ഭയപ്പെടുക. ആത്മനിറവിൽ ജീവിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 366 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ ദൈവം നിന്ന് നമുക്ക് തന്നിരിക്കുക. നമുക്ക് പേടിയുണ്ട്. എന്തിനെ കുറിച്ച് പേടി? ഫിയർ ഓഫ് അൺനോൺ. നാളെ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഫിയർ ഓഫ് ഫ്യൂച്ചർ, ഫിയർ ഓഫ് എക്സാമിനേഷൻ. ഒത്തിരി പേടി നിങ്ങൾക്കുണ്ടല്ലേ? സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് പേടിയുണ്ടോ?
രാത്രി വെളിയിലോട്ട് ഇറങ്ങാൻ പേടി, ഒത്തിരി പേടിയുണ്ട്. എന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, ദൈവവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അന്ത്യലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു തടവുകാരനായിരിക്കുന്ന സന്ദർഭത്തിൽ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുകയാണ്, ഭയപ്പെടരുത്, കാരണം നാം പ്രാപിച്ചിരിക്കുന്ന ഭയത്തിന്റെ ആത്മാവിനെയല്ല. പരീക്ഷയെ ഭയപ്പെടരുത്, ദൈവത്തിന് സ്തോത്രം. ടെസ്റ്റിനെ ഭയപ്പെടരുത്, നമ്മ പ്രാപിച്ചിരിക്കുന്നത് ശക്തിയുടെ ആത്മാവിനെയാണ്. ദിസ് ഇസ് എ സ്പിരിറ്റ് ഓഫ് പവർ, നോട്ട് ദി nothing can intimidate us. ഒന്നിനും നമ്മെ പേടിപ്പിക്കാനൊക്കത്തില്ല. കാരണം നമ്മുടെ അകത്തൊരാത്മാവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചവരെല്ലാം കൈ ഉയർത്തി സ്തോത്രം. ഭീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ നാം പ്രാപിച്ചിരിക്കുന്നു. ഹി ഗിവ്സ് us the spirit of power. ശക്തിയുടെ ആത്മാവ, സ്നേഹത്തിൻ്റെ ആത്മാവ, സെൽഫ് കൺട്രോളിൻ്റെ ആത്മാവ. ദൈവത്തിന് സ്തോത്രം. ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടെന്നറിയാമോ? സോബർ മൈൻഡ്. നമ്മുടെ മൈൻഡിന് ഒരു സോബർനെസ് കിട്ടും. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇങ്ങനെ മനസ്സ് കിടന്ന്, എപ്പോഴും ഫോണിൻ്റെ അകത്തുകൂടെ മനസ്സ് കിടന്ന് ഓടി നടക്കത്തില്ല. അത് കാണാനും ഇത് കേൾക്കാനും ഒന്നും മനസ്സ് വണ്ടർ ചെയ്യത്തില്ല. ദൈവത്തിന് സ്തോത്രം. മനസ്സ് സോബർ മൈൻഡ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സോബറാകും. ഏകാഗ്ര ഹൃദയം നിങ്ങൾക്ക് ലഭിക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ശക്തി കിട്ടും, സുബോധം കിട്ടും, വിവരം കിട്ടും. വിവരക്കേടെല്ലാം മാറി നമ്മുടെ വിവരം മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആത്മാവ്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ആത്മാവ് ദൈവം നമുക്ക് നൽകാൻ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സമയം തീർന്നു. ഞാൻ 1 മിനിറ്റ് പോലും കൂടുതലെടുക്കത്തില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഭയത്തിൻ്റെ ആത്മാവ് സാത്താൻ കൊണ്ടുവരുന്നതാ. ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആത്മാവ് കർത്താവ് തരുന്നതാ. ഇന്ന് ഈ സമയത്ത് വളരെ ശാന്തമായി നിങ്ങളോട് പറയട്ടെ, ആത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൽ നിറയുക, ജയജീവിതം നയിക്കുക. ഇങ്ങനൊരവസരം എനിക്ക് തന്ന ദൈവദാസന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.